കേന്ദ്ര സർക്കാരിന്റെയും ബി.ജെ.പി. നേതാക്കളുടെയും കയ്യും കാലും പിടിച്ചിട്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ സാഹചര്യം ഒരുങ്ങിയത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ 140 കോടിയിലേറെ വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരണനിർവഹണം നടത്തുന്ന കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുന്ന വ്യക്തി എന്തിന് സിനിമയിൽ അഭിനയിച്ച് സമയം കളയുന്നു എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായത്. ഇതോടെ സിനിമാ മോഹങ്ങൾ സുരേഷ് ഗോപിക്ക് മുന്നിൽ അടയുകയായിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടിലേക്ക് സുരേഷ് ഗോപി എത്തിയതോടെ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായി. എന്തായാലും ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണവുമായി തിരക്കിലായ സുരേഷ് ഗോപി ചിത്രീകരണം പൂർത്തിയാക്കി ഔദ്യോഗിക തിരക്കിലേക്ക് വഴിമാറുന്നതിനിടയിലാണ് മറ്റൊരു കുരുക്കിൽ പോയി ചാടിയിരിക്കുന്നത്. റാപ്പറായ വേടൻ ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന് കണ്ടെത്തൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ മാലയിലേക്കാണ്. സമാന രീതിയിലുള്ള ലോക്കറ്റാണ് സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതിയിൽ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രഥമദൃഷ്ട്യാ തെളിവുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ കേസിൽ വേടനെ അറസ്റ്റ് ചെയ്ത വനംവകുപ്പിന് സമാന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെയും അറസ്റ്റ് ചെയ്യാം. നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കേന്ദ്രമന്ത്രി എന്ന പ്രിവിലേജ് സുരേഷ് ഗോപിക്ക് തുണയായി എത്തില്ല എന്നും ഉറപ്പാണ്. കേസെടുത്ത വനംവകുപ്പ് തൃശൂർ DFIക്ക് മുന്നിൽ ഹാജരാകണം. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് വനംവകുപ്പിന്റെ നടപടി. തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന മാല ധരിച്ചിരുന്നുവെന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനംവകുപ്പിനെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും നിയമ നടപടി ഒന്നു തന്നെയാണ്. DFIക്ക് മുമ്പാകെ ഹാജരായി പുലിനഖമാലയെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരുമെന്നും ഉറപ്പാണ്. തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് DFO നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുക എന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. കേരളത്തിലെ യുവാക്കളുടെ ഹരമായ റാപ്പർ വേടനെ പുലിപ്പല്ല് ഘടിപ്പിച്ച മാല ധരിച്ചു എന്ന പേരിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ഒരു ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തത് ഏറെ വിവാദമായ സംഭവമാണ്. ഇതേ വഴിയിലൂടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കടന്നു പോകുന്നത്. വേടന് നേരെ കാണിച്ചതെടുക്കം വനം വകുപ്പ് സുരേഷ് ഗോപിക്ക് നേരെ എടുക്കില്ല. അവിടെ രക്ഷയ്ക്കെത്തുന്നത് BJPയുടെ കേന്ദ്രമന്ത്രി എന്ന വലിയ പദവിയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നതും നിയമ നടപടികൾ നടക്കുന്നതും കേരളത്തിലാണ് എന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാകുന്ന ഘടകമാണ്.